നീ പറയുന്നത് നിന്റെ അഭിപ്രായമല്ല, നിന്റെ അമ്മയുടെ അഭിപ്രായമാണ്. ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വനജ പലതും പറയും. അതിന് നീ ചെവി കൊടുക്കരുത്. അപ്പാ, അമ്മ പറയുന്നത് അങ്ങനെ അങ്ങ് തള്ളിക്കളയാനാവില്ല. അമ്മയെ ധിക്കരിക്കാൻ എനിക്ക് വയ്യ. ഇടാ, അമ്മയെ ധിക്കരിക്കൊന്നും വേണ്ട. അമ്മ അറിയാതെ ചെയ്താലും മതി. കുറച്ച് കഴിയുമ്പോൾ ഇതൊരു ആവേശവും ത്രില്ലും ഒക്കെ വരും. നല്ല പ്രായത്തിലെ ഇതൊക്കെ അനുഭവിച്ചെന്റെ ഓർമ്മ വെച്ചിട്ട് പറയുക. എന്തൊക്കെ പ്രേരണ ഉണ്ടായാലും നീ ഈ തൊഴിൽ ഉപേക്ഷിക്കരുത്. അതെ, ഈ അപ്പനത് സഹിക്കാൻ പറ്റില്ല. അതെ, എന്താ വേണ്ടേ? അത് ഞാൻ ഓർഡർ തന്നിരുന്നു, അക്ഷരഹാരം. അതെന്തായി? ഹാരം റെഡിയാകുമ്പോ അമ്പലത്തിൽ കൊടുക്കാനല്ലേ സാറ് പറഞ്ഞത്? അതെ, അത് അന്ന് തന്നെ കൊടുത്തല്ലോ. മതി, അത് മതി. ആ കുട്ടിയില്ലേ? ഏത് കുട്ടിയാ? ഇവിടെയുള്ള ആ കുട്ടി, ദേവുട്ടി. അവളില്ല, അവള് പുറത്തോട്ട് പോയിരിക്കുക. എപ്പോ വരും? എപ്പോ വരുമെന്ന് പറയാൻ പറ്റില്ല. ആ കുട്ടിയുടെ സൗകര്യം പോലെ വരും. ശരി, ഞാൻ കണ്ടോളാം. അതെ, ചോദിക്കാനും പറയാനും ഒക്കെ ആളുണ്ട് ആ കുട്ടിക്ക്. വേറെ വിചാരം ഒന്നും വേണ്ട. എനിക്കും ചോദിക്കാനും പറയാനും ആൾക്കാരുണ്ട്. സമയം ഒത്തു വന്നാൽ അവര് വരും. ചിലത് ചോദിക്കും, മറ്റു ചിലത് പറയും. ശരി, ദേവൂട്ടിയോട് എന്റെ അന്വേഷണം പറഞ്ഞേക്കണേ. കാണാൻ വർക്കത്തുണ്ട്, പക്ഷെ നാടും വീടും ഒന്നും അറിയാതെ 2 ദിവസം കഴിയുമ്പോ പൊടിയും തട്ടിപ്പോവും. ദേവിയുടെ അപദാനങ്ങളെക്കുറിച്ച് ഞാൻ എന്താണ് പറയേണ്ടത്? ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എങ്കിൽ ചോദിക്കാം. ഞങ്ങൾക്കൊന്നും ചോദിക്കാനില്ല, അങ്ങ് പറയൂ, ഞങ്ങൾ കേൾക്കാം. അപ്പോൾ ആർക്കും ചോദ്യങ്ങളില്ല? എനിക്ക് ചോദിക്കാനുണ്ട്. മിടുക്കൻ. എന്താണ് അറിയേണ്ടത്? എനിക്ക് ഈ കുടജാദ്രി മലയെക്കുറിച്ച് അറിയണം. മരണത്തിന്റെ വായിലേക്ക് വീണ എന്നെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നത് ആ മലയാണ്. അനിയന് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത് ആ മലയല്ല, ആ മലയുടെ എല്ലാം അധിപതിയായ അമ്മയാണ്, മൂകാംബികാ ദേവിയാണ്. എന്നുവെച്ച് കുടജാദ്രിക്ക് പ്രാധാന്യമില്ലെന്നല്ല. അതാണ് എനിക്കറിയേണ്ടത്, കുടജാദ്രിയുടെ പ്രാധാന്യം. കുടകപ്പാലകൾ പൂത്തുലയുന്ന അതിവിശിഷ്ടമായ പുണ്യഭൂമിയാണ് കുടജാദ്രി. സൗപർണികയിൽ മുങ്ങിക്കുളിച്ച് മൂകാംബിക അമ്മയെ തൊഴുതു കഴിഞ്ഞാൽ പിന്നെ ശേഷിക്കുന്നത് കുടജാദ്രി യാത്രയാണ്. അതിന് പ്രത്യേകിച്ച് വ്യവസ്ഥകൾ എന്തെങ്കിലും ഉണ്ടോ? വ്യവസ്ഥകൾ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ വ്യവസ്ഥകൾ പാലിച്ചാൽ അത് പുണ്യമാണ്. അപ്പോ വ്യവസ്ഥകൾ ഉണ്ടെന്നല്ലേ? അല്ലല്ല, ഒന്നും നിർബന്ധിക്കപ്പെടുന്നില്ല. സമയബോധം മറന്ന് മാർഗവും ലക്ഷ്യവും മനസ്സിൽ കുറിച്ച് എപ്പോഴെത്തും എപ്പോൾ മടങ്ങും എന്നുള്ള വിചാരങ്ങളില്ലാതെ മനസ്സിൽ നിന്ന് ദേവിയെ ഒഴികെ മറ്റെല്ലാം പുറന്തള്ളി ഒരു യാത്ര. അതാണ് കുടജാദ്രി മലകയറ്റത്തിന്റെ പൂർണ്ണ സ്വരൂപം. നഗ്നപാതനായി കാലിൽ തറയ്ക്കുന്ന കല്ലുകളുടെ വേദന മറന്ന് നടന്നെത്തുന്നത് അമ്മയുടെ ആദിമൂല സ്ഥാനത്താണ്.
അവിടെ തൊഴുതു മുന്നോട്ടു പോകുമ്പോൾ നമ്മൾ എത്തുന്നത് അഗസ്ത്യ തീർത്ഥത്തിലാണ്. കുളിരുന്ന ആ അഗസ്ത്യ തീർത്ഥം തലയിലേറ്റു വാങ്ങുമ്പോൾ എല്ലാ പാപങ്ങളും ദുഃഖങ്ങളും ഇല്ലാതാവുന്നു. പിന്നെ ഗണപതി ഗുഹ, അതും കടന്ന് മലകയറി ചെല്ലുമ്പോൾ നമുക്ക് മുകളിൽ ആകാശം മാത്രം. അവിടെ അതിപുരാതനമായ കരിങ്കൽ മണ്ഡപം, സർവജ്ഞപീഠവും മറ്റ് വിശിഷ്ട സ്ഥാനങ്ങളും പ്രാചീനമായ മഹത്വത്തിന്റെ ഓർമ്മപ്പെടുത്തലുകളായി ആ വഴിത്താരയിൽ കണ്ടുമുട്ടും. ഞാൻ ഇന്നലെ അതിലെ കുറേ നേരം സഞ്ചരിച്ചു. പക്ഷേ അപ്പോഴെന്റെ മനസ്സ് ഇങ്ങനെയായിരുന്നില്ല. ലൗകികമായ പ്രേരണകളും വികാര വിചാരങ്ങളും വെടിഞ്ഞ് ധ്യാനാത്മകമായ ഭക്തിസമ്പൂർണമായ മനസ്സുണ്ടാവണം. എങ്കിലേ കുടജാദ്രി യാത്രയുടെ ആത്മീയ പൂർണ്ണത ഉൾക്കൊള്ളാൻ പറ്റുകയുള്ളൂ. അതില്ലെങ്കിൽ ആ യാത്ര കേവലം ഒരു മലകയറ്റം മാത്രം.